മുഹമ്മദ് നബിയുടെ സ്വാധീനം ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യൂറോപ്യൻ പണ്ഡിതൻ എഴുതി, ദ മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് ഓൾ ദി പ്രോഫറ്റ്സ്, എല്ലാ പ്രവാചകന്മാരിലും വെച്ച് ഏറ്റവും വലിയ വിജയി മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലരൊക്കെ പറഞ്ഞ് വലിയ വലിയ വാക്കുകൾ പറഞ്ഞു. ബെർണാഡ് ഷാ പറഞ്ഞു, ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, മുഹമ്മദ് തിരിച്ചു വരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ എസ്സൈസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇപ്പോഴും അങ്ങനെ തന്നെ. അദ്ദേഹത്തെ മറികടക്കുന്ന അത്ര വലിയൊരു പ്രബന്ധകാരൻ പിന്നീട് ജനിച്ചിട്ടില്ല. ജോർജ് ബെർണാഡ് ഷാ, മഹാചിന്തകനായ ബെർണാഡ് ഷാ, രസികനായ ബെർണാഡ് ഷാ. ലോകത്തെ നന്നാക്കി തീർക്കാനുള്ള ഒരേ ഒരു പോംവഴി മുഹമ്മദ് തിരിച്ചു വരണം, എന്നിട്ട് തന്നിഷ്ടം പോലെ ലോകത്തെ മാറ്റണം എന്നാണ് ബെർണാഡ് ഷാ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നെപ്പോളിയൻ പറഞ്ഞു, എനിക്ക് 2 ആഗ്രഹങ്ങളേ ഉള്ളൂ. ഒന്ന്, ലോകത്തെ ജയിച്ചടക്കണം. 2, ഞാൻ ജയിച്ചടക്കിയ ലോകത്ത് മുഹമ്മദ് സൃഷ്ടിച്ച മാതൃകയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം. ലാമർട്ടൈൻ പറഞ്ഞു, ലോകം കണ്ട ഏറ്റവും വലിയ വിജയിയായിട്ടുള്ള വിപ്ലവകാരി മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ജീവിതകാലത്ത് നമ്മൾ വേറെ പലതും കണ്ടു. നമ്മുടെ ജീവിതകാലത്താണ് മൈക്കിൾ ഹാർട്ടിന്റെ പുസ്തകം ഇറങ്ങിയത്, ദ 100. ലോകത്തെ ഏറ്റവും വലിയ സ്വാധീനം സൃഷ്ടിച്ച 100 പേർ. അതിൽ 1-ാം സ്ഥാനം പരിശുദ്ധ റസൂൽ. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ലോകത്ത് അന്ത്യമില്ലാത്ത ആ ഒരു മഹാവിപ്ലവം. നബി മിണ്ടാതിരുന്നാൽ ഖുദാ കീ കിതാബ് ഹൈ, ദൈവത്തിന്റെ ഗ്രന്ഥമായ ഖുർആനാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹായുടെ അടുത്ത് പോയിട്ട് നബിയുടെ സ്വഭാവം ഒന്ന് വിവരിച്ചു തരുമെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? ഇംഗ്ലീഷിൽ 1000കണക്കോ എത്ര പുസ്തകങ്ങൾ, ഉറുദു, അറബി. പ്രവാചകന്റെ ജീവചരിത്രം എഴുതപ്പെട്ടത് ഗ്രന്ഥശാലകളിലെ അലമാരകൾ നിറഞ്ഞു കവിഞ്ഞിട്ട് ഒഴുകുകയാണ്. ഇന്നും എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നബിയുടെ സാമ്പത്തിക ശാസ്ത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സൈക്കോളജി. ഞാൻ അടിവരയിട്ട് പറയും, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം 1-ാം തരം സൈക്കോളജിയാണ്. നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കൂ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. നിങ്ങൾ 2 ആളിരിക്കുന്നിടത്ത് ഒരാളെ വിളിച്ചിട്ട് സ്വകാര്യം പറയാതിരിക്കൂ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ആള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ 3-ാമനായിട്ട് അവരുടെ സംസാരത്തിലേക്ക് ചെന്ന് കയറാതിരിക്കൂ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സദസ്സിലെ ഇരിപ്പിടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയാൽ, ഒരാൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോയി, ആ ഇരിപ്പിടത്തിന്റെ അവകാശി അദ്ദേഹം തന്നെയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റേജിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നതാണ്. ഒരാൾ എണീറ്റ് പോകാൻ കാത്തുക്കുണ്ട്, ചിലർ കസേരയിട്ട നടക്കല്. 1500 കൊല്ലം മുമ്പ് റോഡ് ബ്ലോക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ പ്രവാചകനാണ് ഈ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ പ്രയാസമായിരുന്നു. നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നവർക്കേ വിശ്വസിക്കാൻ കഴിയൂ. കാരണം 1500 കൊല്ലം മുമ്പ് റോഡ് ബ്ലോക്കിനെ പറ്റി താക്കീത് ചെയ്യുമ്പോൾ 1500 കൊല്ലം മുമ്പ് റോഡുണ്ടോ? 1500 കൊല്ലം മുമ്പ് റോഡ് ബ്ലോക്ക് ഉണ്ടോ? 1500 കൊല്ലം മുമ്പ് ബ്ലോക്ക് ചെയ്യേണ്ട പ്രശ്നമുണ്ടോ? വിശാലമായ മരുഭൂമി, ആർക്കും എങ്ങനെയും സഞ്ചരിക്കാം. ഇന്നത്തെ മാതിരിയുള്ള ട്രാഫിക് ഇല്ല, ഇന്നത്തെ മാതിരിയുള്ള വാഹനങ്ങളില്ല. അന്നത്തെ വാഹനങ്ങളൊക്കെ ജന്തുക്കളാണ്. ഒട്ടകം, കുതിര, കഴുത, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. ഇഷ്ടം പോലെയാണ് വഴി. ഇതൊരു ഓർമ്മകളുടെ രാത്രിയാണ്. ഓർമ്മകളാണ് നമ്മൾ. നമ്മുടെ ഏറ്റവും വലിയ ഓർമ്മ പരിശുദ്ധ റസൂലാണ്. ഇപ്പൊ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഓർമ്മകളിലല്ലേ? നമ്മൾ ജീവിക്കുന്നത് ഓർമ്മകളിലാണ്. കാലത്ത് നമ്മൾ ഉണരുന്നു, നേരം വെളുക്കുന്നു, ആദ്യം ചെയ്യുന്ന പണി ബ്രഷ് എടുക്കുന്നു, പല്ല് ബ്രഷ് ചെയ്യുന്നു. എന്താണ് അതിനെക്കുറിച്ച് പരിശുദ്ധ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ ആശങ്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ദിവസേന 5 തവണ ഞാൻ അവരോട് ബ്രഷ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന കാലത്ത് ആ ഹദീത്ത് പഠിച്ചത് എൻ്റെ മനസ്സിലൊന്നുണ്ട്. ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്.
എൻ്റെ സമുദായത്തിന് ക്ലേശകരമാകുമെന്ന് ഞാൻ ആശങ്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഡെയിലി 5 times പല്ല് ബ്രഷ് ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. രാജ്യം ഭരിക്കാൻ പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ, അന്താരാഷ്ട്ര നിയമങ്ങൾ, മനുഷ്യാവകാശങ്ങൾ, സാമ്പത്തിക വിപ്ലവങ്ങൾ, സ്ത്രീവർഗത്തിന്റെ വിമോചനം ഒക്കെ പഠിപ്പിച്ച പുണ്യ റസൂൽ, സ്ത്രീ അവകാശങ്ങളുടെ ഏറ്റവും വലിയ രക്ഷ